മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപനാണെങ്കിൽ ആ ആക്സിഡൻറ്റിന് ശേഷം കിളിപോയ രൂപത്തിൽ എല്ലാവരോടും, അതായത് ഡോക്ടറിനോടും നേഴ്സിനോടും കരുണയോടും മുത്തശ്ശിയോടും ഇനി റൂമിലേക്ക് ആര് തന്നെ പ്രതാപനെ കാണാൻ വന്നു കഴിഞ്ഞാലും അവരോടൊക്കെ ആ ഞെട്ടിക്കുന്ന സത്യം വിളിച്ചു പറയുവാണ്. ബോധമില്ലാതെ പ്രതാപൻ പറയുന്ന ആ കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് പ്രതാപനാണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ മുത്തശ്ശിക്കും കരുണയ്ക്കൊക്കെ ഈ ഒരു ഞെട്ടിക്കുന്ന സത്യം പ്രതാപൻ എല്ലാവരോടും വിളിച്ചു പറയുന്നതിൻ്റെ പേടിയിലാണ്. ഇനി ഈ സത്യം കാണാം വയ്യാണ്ട് കിടക്കുന്ന പ്രതാപനെ കാണാൻ വരുന്ന ഉണ്ണിയേട്ടനോടോ അതോ ദുർഗയോടും കാണാം അച്ഛൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും. അല്ലേ തന്നെ ഉണ്ണിക്കും അതുപോലെ ദുർഗയ്ക്കും സംശയമുണ്ട്. അച്ഛൻ്റെ ആത്മാവ് എന്തുകൊണ്ട് പ്രതാപൻ്റെ പിന്നാലെ പോകുന്നു? അയാൾക്കൊരു ലോറിയുണ്ട്, മാത്രമല്ല അയാൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന ഉണ്ണിക്ക് ചെറിയ സംശയമുണ്ട് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ പ്രതാപനാണോ എന്ന്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അഥവാ ആണെങ്കിലും കണ്ണൻ അയാളുടെ കാര്യം തീർത്തോളും, നീ വിഷമിക്കണ്ട. എന്നാൽ അതേസമയം സിദ്ധയായ അമ്മ മാർക്കോയോട് പറയുന്നുണ്ട്, താൻ തലേ ദിവസം രാത്രി ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതായത് തനിക്ക് വേണ്ടപ്പെട്ട 2 പേർക്ക് വേണ്ടിയിട്ട് ഒരു അപകടം ഉണ്ടാകുന്നു, അതിനുവേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അത് പ്രതാപൻ കണ്ണനെയും മഹിയും കൊല്ലാൻ ശ്രമിച്ചതാണെന്നും ഇതുവരെ കണ്ണനും മഹിക്കും ആ സത്യം മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കോ ഞെട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതാപന് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സംഭവം അറിഞ്ഞിട്ട് പ്രതാപനെ കാണാൻ പോകുന്നു. പലതവണ താക്കീത് കൊടുത്തിട്ടും വീണ്ടും കണ്ണനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന പ്രതാപൻ്റെ ആ ഒരു പ്രവൃത്തിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. മുമ്പൊരിക്കൽ മഹിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡിൽ പോലും വിഷം കലർത്തി കൊടുത്തപ്പോഴേ അയാൾക്ക് താക്കീത് കൊടുത്തതാണ്. എന്നിട്ട് അതൊന്നും വകവെക്കാതെ വീണ്ടും അവരെ ദ്രോഹിക്കാൻ ചെല്ലുന്ന പ്രതാപന് നല്ലൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന മാർക്കോയെ ഞെട്ടിച്ചുകൊണ്ട് പ്രതാപൻ ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. ഡോറ് വന്ന് തട്ടി വിളിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയാണ് ഡോറ് തുറക്കുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ മാർക്കോയെ കാണുമ്പോഴത്തേക്കും നല്ല പേടിയുണ്ട്. കാരണം പ്രതാപൻ്റെ കണ്ടീഷൻ ഓക്കെ അല്ല, ഇപ്പോഴും സ്ഥലകാല ബോധമൊന്നും വന്നിട്ടില്ല. ആരോടെ എന്തും വിളിച്ചു പറയുന്ന ആ ഒരു സ്വഭാവമാണ് പ്രതാപന്. അപ്പം വിശ്വനാഥനെ കൊന്ന കാര്യം മാർക്കോയോട് തുറന്നു പറയുമോ എന്നുള്ളൊരു പേടിയിലാണ് മുത്തശ്ശി നിൽക്കുന്നത്. അന്നേരം മാർക്കോയെ കണ്ടതും പ്രതാപൻ വീണ്ടും ആ കിളിപോയ വർത്താനം അതുപോലെ സംസാരിക്കുന്നു. അല്ല, ഇതാരാ മാർക്കോയോ? നീ കയറി വാ, നിന്നെ കണ്ട സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയാം. കണ്ണൻ്റെ അച്ഛനുണ്ടല്ലോ വിശ്വനാഥൻ, അവനെ കൊന്നത് ഞാനാ. എൻ്റെ ലോറി ഉപയോഗിച്ച് ഞാൻ തന്നെയാണ് അവനെ വളയം പിടിച്ച് അവൻ്റെ വണ്ടിയിലേക്ക് പാഞ്ഞു കയറ്റിയത്. തൽക്ഷണം തന്നെ വിശ്വനാഥൻ പോയി. പക്ഷേ പാവം എൻ്റെ കണ്ണൻ. അതിനുശേഷം പിന്നെ നടക്കാൻ പറ്റിയില്ല, അരയ്ക്ക് താഴെ തളർന്ന് വീൽ ചെയറിലായിപ്പോയി. പാവം എൻ്റെ വിശ്വനാഥനും. ഇങ്ങനൊരു അപകടം ഉണ്ടാവാൻ കാരണക്കാരൻ ഞാനാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന കേട്ടിട്ട് മാർക്കോ ഞെട്ടി വിറച്ച് നിൽക്കുന്നു. അതിനേക്കായി ഞെട്ടൽ മുത്തശ്ശിക്കുണ്ട്. കാരണം ആരോടാ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്? കണ്ണൻ്റെയും അനന്തുവിൻ്റെയും വിശ്വസ്തനായ കൂട്ടുകാരൻ, അവർക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞുപോലും രക്ഷിക്കാൻ നടക്കുന്ന ഉറ്റ സുഹൃത്തിനോടാണ് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാർക്കോ ഈ സത്യങ്ങളും കാണും അവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും പ്രതാപൻ്റെ ജീവനും അതുപോലെ കരുണയുടെ ജീവിതവും. ഉണ്ണി എന്തായാലും തൻ്റെ അച്ഛനെ കൊന്ന ഒരു ഗുണ്ടയുടെ മകളെ ഭാര്യയാക്കി കൂടെ നിർത്തുമെന്നുള്ള വിശ്വാസമൊന്നും മുത്തശ്ശിക്കും പ്രതാപനും ഇല്ല. പക്ഷേ ബോധമില്ലാതെ പ്രതാപൻ പറഞ്ഞ ഈ ഒരു സത്യം കേട്ടിട്ട് മാർക്കോ ആകെ ഷോക്കായി ദേഷ്യത്തോടെ വന്ന് പ്രതാപൻ്റെ കൊരവള്ളിക്ക് കുത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ കാല് പിടിച്ച് പറയുന്നു മാർക്കോയോട്, ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നതാ. ഇവന് ആ ആക്സിഡൻറ്റിന് ശേഷം സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ട് ബോധമില്ലാതെ പറഞ്ഞതാ, മാർക്കോ എൻ്റെ മോനെ ഒന്നും ചെയ്യരുതേ, അവൻ പറഞ്ഞതൊക്കെ കള്ള, നീ അത് വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ 2-3 അടിയൊക്കെ കൊടുത്തതിന് ശേഷം മാർക്കോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നെങ്കിലും താൻ അറിഞ്ഞ കാര്യത്തിൻ്റെ വാസ്തവം എന്താണെന്ന് അന്വേഷിക്കണമെന്നുള്ളൊരു തോന്നൽ മാർക്കോയിൽ വരുന്നു. കാരണം പിച്ചും വേയും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രതാപൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് സംശയമുണ്ടെങ്കിൽ മഹാലക്ഷ്മിയോട് ചോദിര്, മഹാലക്ഷ്മിക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്ന്. അതിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയാണെങ്കിൽ മാർക്കോ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. കണ്ണനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് മഹിയെ കണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞത് പ്രകാരം മാർക്കോയെ കാണാൻ വരുന്ന മഹിക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. എന്തിനാണ് തന്നെ മാത്രം കാണണമെന്ന് മാർക്കോ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും സത്യങ്ങളും കാണാൻ മാർക്കോ അറിഞ്ഞു കാണുമോ എന്നുള്ളൊരു പേടിയിൽ തന്നെയാണ് കാറിൽ നിന്ന് മഹിയാണെങ്കിൽ മാർക്കോയെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം മാർക്കോ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം അറിഞ്ഞിരുന്നു. അതായത് ആ ആക്സിഡൻറ്റ് കണ്ണ സാറിൻ്റെ അച്ഛനും സാറുമായിട്ട് വരുന്ന ബുള്ളറ്റിൻ്റെ നേർക്ക് ഒരു ലോറി പാഞ്ഞു കയറിയാണല്ലോ സാറ് വീൽ ചെയറിലാകാനും അച്ഛൻ മരിക്കാനും കാരണമായത്. അതൊരു കൊലപാതകമായിരുന്നോ? അതിൻ്റെ പിന്നിൽ പ്രതാപനായിരുന്നോ എന്ന് ചോദിക്കുന്നതും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി. ഈ സത്യങ്ങളൊക്കെ മാർക്കോ എങ്ങനെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഞെട്ടലിൽ നിൽക്കുന്ന മഹിയെ കണ്ടതും മാർക്കോയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അതായത് താൻ അറിഞ്ഞ കാര്യങ്ങൾ
കള്ളമല്ല, സത്യമാണ്. ബോധമില്ലാതെ തന്നോടൊപ്പം വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ അല്പം വാസ്തവം ഉണ്ടെന്നുള്ള കാര്യം മാർക്കോ തിരിച്ചറിയുന്നു. ആരാ മാർക്കോയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് എന്ന് മഹി പേടിച്ച് അരണ്ട സൗണ്ടിൽ ചോദിക്കുന്നത് കേട്ടിട്ട് മാർക്കോ പറയുന്നു, മറ്റാരുമല്ല, പ്രതാപൻ. കഴിഞ്ഞ ദിവസം നിങ്ങളെ ആക്രമിക്കാൻ പോയ പ്രതാപനെ വിശ്വനാഥൻ സാറിൻ്റെ ആത്മാവ് ശല്യം ചെയ്തു, അങ്ങനെ ഹോസ്പിറ്റലിലായെന്നൊക്കെ കേട്ടു. അങ്ങനെ അയാളെ കാണാൻ വേണ്ടി പോയപ്പം അയാൾ തന്നെ ഈ സത്യങ്ങൾ പറഞ്ഞത്. വിശ്വാസം വരാഞ്ഞിട്ട് മഹിയോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മഹിക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്ന്. അതുകൊണ്ടാണ് മേഡത്തിനെ വിളിച്ച് ചോദിച്ചതെന്ന് പറയുമ്പം സമ്മതിച്ചേ പറ്റൂ എന്ന നിവൃത്തികേടിൽ മഹിയാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. എന്തായാലും മേഡം, ഈ സത്യങ്ങൾ സാറിനോട് തുറന്നു പറയേണ്ടിയായിരുന്നു. പല അവസരങ്ങളും സാറിനോട് പറയാൻ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് ഈ സത്യങ്ങൾ സാറിനോട് പറഞ്ഞില്ല? ഇനി അയാളുടെ വായാലെങ്ങാനും സാറെല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവഞ്ചന മേഡം കാണിച്ചെന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അതായത് സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് സാറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇത്രയും നാളായിട്ട് പോലും പ്രതാപൻ ചെയ്ത ഈ ക്രൂരത എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ മേഡത്തിന് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ആകെ വിഷമിച്ച് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ആലോചിച്ച് നിൽക്കുന്ന മഹിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും സത്യങ്ങൾ അധികം താമസിക്കാതെ കണ്ണൻ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന തൻ്റെ ഭാര്യ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതെല്ലാം തന്നിൽ നിന്ന് മൂടി വെച്ചു എന്നുള്ള പേര് വിശ്വാസവഞ്ചന തൻ്റെ ഭാര്യ തന്നോട് ചെയ്തു എന്ന് കരുതി ഇവർ തങ്ങളിൽ മിക്കവാറും ഉടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ തന്നെ സിദ്ധിയായ ദേവി മുത്തശ്ശിയും മാർക്കോയും അനന്തവും ലേഖയൊക്കെ ഇടപെട്ട് ആ പ്രശ്നം തീർത്ത് വീണ്ടും കണ്ണനും മഹിയും ഒന്നാകുമെന്ന് മുത്തശ്ശി തന്നെ ഒരു ക്ലൂ തരുന്നുണ്ട്. എങ്കിലും ആദ്യം ഈ സത്യങ്ങൾ അറിയുന്ന കണ്ണൻ ഒരിക്കലും മഹിയോട് ക്ഷമിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാത്തിരിക്കാൻ എന്താകുമെന്ന്.